സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്, നമ്മുടെ കന്യാകുമാരിത്തെ ഡേ 2 ആണ്. സോ ഇന്ന് നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ പോയി, പക്ഷേ സൂര്യൻ ചതിച്ചു. സോ അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇനി നമുക്ക് എന്തൊക്കെ പ്ലാനും കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും വരുമ്പോൾ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ അവിടുത്തെ ലോഡ്ജിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കന്യാകുമാരി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പരിപാടിയൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ട്രെയിൻ വരണം, പോകണം. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഈ ട്രെയിൻ വരണം. ഇവിടെ നിന്ന് ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം അവിടെ മൊത്തം ടീം ഓടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം മൊത്തം. എല്ലാവരും ഹായ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പം നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് വിട പറയുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ, വണ്ടി ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ തിരക്കൊന്നുമില്ല നമ്മുടെ ബോഗിയിൽ. അപ്പോൾ ഇവിടെ കറങ്ങണതൊക്കെ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോട്ടലൊന്നും എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കുറച്ച് മണിക്കൂറിന് വേണ്ടി മാത്രമായതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ മൊത്തം ഒന്ന് കറങ്ങാം. സോ കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ ബസ് കയറി നമ്മുടെ കാട്ടക്കടവില്ലേ, കാട്ടാക്കട എത്തി. നമുക്ക് നമ്മുടെ ഏത് ഡാം, നെയ്യാർ ഡാമിലോട്ട് ഇനി നമുക്ക് പോകാം. അപ്പോൾ അതും ബസ്സിൽ തന്നെയാണ് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നെയ്യാർ ഡാം എത്തിയിട്ടുണ്ട്. ഉള്ളിലോട്ട് ഇങ്ങനെ പോകാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അവിടെ പാർക്കിങ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ചകത്തൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ 10 രൂപയാണ് ടിക്കറ്റ് ഫീസ് ഒരാൾക്ക്. കണ്ടില്ല. കേസപ്പോൾ ഇവിടെ കുത്തനെയുള്ള കയറ്റമാണ്, നല്ലപോലെ കയറാനുണ്ട് കേട്ടോ ഗൈസ്.
കയറി മതിയാവും ഗൈസ്. നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാട്ടോ. ഡാം നമ്മൾ കുറച്ച് നില കയറിയിട്ടുള്ള ഇതാണ് ഡാം. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. റോഡ് എവിടെ അവസാനത്തിൽ നോക്കട്ടെ ഗൈസ്. എടുത്തു. എല്ലാവരും കയറി വരികയാണ് ഗൈസ്. അയ്യാ ഇതാണ് നമ്മുടെ ഡാം. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഈ സൈഡ് നമ്മുടെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഗാർഡനും അപ്പുറത്തെ സൈഡ് നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. നമ്മുടെ ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അവിടെ നെയ്യാറാമത്തെ ബോട്ടിങ്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ 6 പേർക്ക് കയറാൻ പറ്റും പറഞ്ഞപ്പോൾ 6-7 പേർക്ക് കയറാൻ പറ്റും പറഞ്ഞപ്പോൾ നമ്മൾ 2 ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടൊക്കെ ഈ ഗാർഡനൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മാംഗോ ജ്യൂസും ഒരു വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടിലേക്ക് നടന്നു തന്നെ ഇറങ്ങണം ഗൈസ്. അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇടുക. പുറത്തൊന്നും ഇടാണ്ടിരിക്കുക. കുറേ വേസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ ഇടുക ഗൈസ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് ചോട്ട് പോകണം. ഇനി വഴിയെ കാണാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ടോപ്പിലാണ് കേട്ടോ. സോ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ.
നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല പ്ലേസാണ്. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ കടല് കാണാം. കടലല്ലേ പിന്നെ ഡാം. നല്ലപോലെ ഡാം കാണാൻ പറ്റും. ഇപ്പോൾ ഇത് പാലത്തിൻ്റെ ചോട്ടിൽ കൂടെയുള്ള വഴിയാണ്. നമ്മുടെ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഗാർഡനല്ലേ? ഇതിപ്പോൾ നമ്മുടെ ഡാമിൻ്റെ റൂട്ടിലുള്ള ഭാഗമാണ്. റൂട്ടെന്നുള്ള വ്യൂ ഇതുപോലെ അവിടെ 2 മരമുണ്ട്. ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുകൂടെ ഫുള്ളാകും തോന്നുന്നു. അപ്പോൾ എല്ലാവരും നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇങ്ങനെ പോകാൻ കഴിയും. നമുക്ക് അവിടെ പോകാം. സോ ഗൈസ്, ഇപ്പോൾ ഇവിടെ ഐ ലവ് നെയ്യാർ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ കഴിഞ്ഞപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് നേരെ കാട്ടാക്കടയ്ക്കെത്തി. ഇനി നമുക്ക് നേരെ വിഴിഞ്ഞത്തിലോട്ട് പോകണം. അപ്പോൾ കാട്ടാക്കട വന്നു കഴിഞ്ഞാൽ മാത്രമേ വിഴിഞ്ഞത്തിലേക്ക് ബസ് കിട്ടൂ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മറ്റേ വിഴിഞ്ഞത്തിലേക്ക് പോകും. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ബോട്ട്. അപ്പോൾ ഇവിടെ സമയമുള്ളതുകൊണ്ട് ഇവിടെയും കൂടി ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ബോട്ട്. നമ്മുടെ മഴ പെയ്തിരിക്കുകയാണ്. നമ്മൾ വിഴിഞ്ഞം പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല കുറച്ച് മഴ തുള്ളികൾ ഇടാൻ തുടങ്ങി. 210 മീറ്ററോളം നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നമ്മുടെ വലിയൊരു കപ്പൽ ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, വലിയൊരു കപ്പൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു കപ്പലുണ്ട്. ഇത് കപ്പൽ തന്നെയല്ലേ തോന്നുന്നു ഗൈസ്. അപ്പോൾ അവിടെ കുറേ കപ്പൽ അങ്ങനെ കിടക്കുന്നുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ബീച്ച്. ഇവിടെ നിറയെ കപ്പൽ ഇവിടെ കുറേ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ അവിടെ നിന്നെന്തോണ് കണ്ടത് നേരത്തെ. കുറച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങണം ഗൈസ്. കുറേ നേരം നിൽക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അമൃത എക്സ്പ്രസ്സിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളവിടെ സ്റ്റേഷനിലെത്തി.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ അതല്ല ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഗൈസ്. സോ ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു ടൂർ വീഡിയോ. അപ്പോൾ എല്ലാവരും ഞങ്ങളിന്ന് യാത്ര ചെയ്ത് വിഴിഞ്ഞുമായിരുന്നു പോയി കണ്ടത്. ഇന്നലെ കന്യാകുമാരി മൊത്തം കറങ്ങി, കന്യാകുമാരി ബീച്ചൊക്കെ പോയി സൺസെറ്റും ഇന്ന് രാവിലെ സൺറൈസ് കണ്ട് വിഴിഞ്ഞത്തേക്ക് തിരിച്ചു. വിഴിഞ്ഞത്ത് മറ്റേ പുതുതായി ഇൻ്റർനാഷണൽ പോർട്ട് വരുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ ചുറ്റുപാട് വളരെ നല്ല രീതിയിൽ സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള ഒരു പരിസരമാണ് വിഴിഞ്ഞത്ത് കണ്ടത്. മൊത്തം നല്ല ബീച്ച്, അതെല്ലാം കണ്ട് നമ്മൾ ആസ്വദിച്ച് ഞങ്ങളിതിപ്പോൾ തിരിച്ചെത്തി അമ്പലത്തേക്ക് തിരിച്ചു പോവുകയാണ്. കൂടെ നെയ്യാർ ഡാം പോയി കാണുകയുണ്ടായി. വിഴിഞ്ഞത്ത് കണ്ട ശേഷം നെയ്യാർ ഡാമിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രത്യേകത നെയ്യാർ ഡാമിലെ ബോട്ടിംഗ് ആയിരുന്നു. വളരെ രസകരമായ ഒരു 4 കിലോമീറ്ററോളം ദൂരം ഉള്ള ബോട്ടിങ്, വളരെ ആനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. നല്ല അനുഭവമായിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു പരിപാടി. ഇതിൽ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നെയ്യാർ ഡാമിൽ അത്ര വലിയ വൃത്തിയൊന്നും തോന്നിയില്ല. അവിടെ കുറേ മാലിന്യങ്ങൾ, ഒരു ഹരിത ടൂറിസം ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ലക്ഷണമൊന്നും ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അവിടെ എല്ലായിടത്തും ധാരാളം മാലിന്യങ്ങൾ കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ ഈ വിഴിഞ്ഞത്ത് പോയപ്പോഴും അവിടെ അത്ര വലിയ വൃത്തിയുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. എന്തായാലും പൊതുവെ ഞങ്ങളുടെ യാത്ര വളരെ സുഖകരമായിരുന്നു. കന്യാകുമാരിയിലുള്ള ഇന്നലത്തെ യാത്രയും ഇപ്പോഴുള്ള ഈ യാത്രയുടെ അവസാനത്തിലുള്ള ഇതുവരെയുള്ള എല്ലാ ഓരോ നിമിഷങ്ങളും വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ മറ്റേ യൂട്യൂബ് ബ്ലോഗർക്കും നമ്മൾ ഇതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ള എന്തൊരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത കിടിലൻ വീഡിയോസ് വീണ്ടും കാണുന്നവരെ ബൈ.